നമസ്കാരം. ഞാൻ ഡോക്ടർ എൻജെ ജെയിംസ്, കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് സർജൻ, സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ, തൊടുപുഴ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഗൈനക്കോമാസ്റ്റിയ എന്നൊരു കണ്ടീഷനെ കുറിച്ചാണ്. ഗൈനക്കോമാസ്റ്റിയ ഒരിക്കലും ഒരു രോഗമല്ല, അതൊരു കണ്ടീഷനാണ്. എന്താണ് ഗൈനക്കോമാസ്റ്റിയ? അതായത് വളർന്നു വരുന്ന ആൺപിള്ളേരിൽ 12 വയസ്സ് കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ചെറുതായിട്ട് വലുതാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഒരു കുറച്ച് ശതമാനം പിള്ളേരിൽ അതങ്ങനെ സംഭവിക്കാറുള്ളൂ. ഇത് ഒരു രോഗമല്ല, ഇതൊരു ഹോർമോണൽ ചേഞ്ചിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു വ്യത്യാസമാണ്. അപ്പോൾ ഇതിനെന്താണ് ട്രീറ്റ്മെൻറ്റ്? മിക്കവാറും ഇത് നമ്മൾ വെയിറ്റ് ചെയ്താൽ, അതായത് കുഞ്ഞ് വളർന്ന് 20 വയസ്സൊക്കെ ആകുമ്പോൾ ഇത് തന്നെത്താനെ മാറിപ്പോകുന്നതായിട്ട് കാണാം. പക്ഷേ ചെറിയൊരു ശതമാനം ആൾക്കാരിൽ അതങ്ങനെ തന്നെ നിന്നിരിക്കും, ചിലപ്പോൾ അത് വളർന്നുവരിക്കും. ഇങ്ങനെയുള്ള പേഷ്യൻസിനാണ് നമ്മൾ സർജറി അഡ്വൈസ് ചെയ്യുക. ചില കുട്ടികൾ 15 വയസ്സാകുമ്പോൾ ഈ മാറിൻ്റെ വളർച്ച കാരണം അവർക്ക് ചില മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ കൂട്ടുകാരുമായിട്ട് ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി നേരത്തെ സർജറി അഡ്വൈസ് ചെയ്യും. അങ്ങനെ അല്ലെങ്കിൽ 20 വയസ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് സർജറി? പ്ലാന്റ് എക്സിഷൻ പ്ലസ് ലൈപ്പോസെക്ഷൻ, അല്ലെങ്കിൽ ലൈപ്പോസെക്ഷൻ വഴി ഫാറ്റ് വലിച്ചു കളയുകയും അതിനുശേഷം അതിൻ്റെ ഒപ്പം തന്നെ ആ ഗ്ലാൻഡ് ചെറിയൊരു മുറിവ് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇത് 1-2 ദിവസം അഡ്മിഷൻ വേണ്ടി വന്നേക്കാവുന്ന ഓപ്പറേഷനാണ്. സാധാരണഗതിയിൽ അതിൻ്റെ ഗ്രേഡ് അനുസരിച്ച് വളരെ ചെറിയ വളർച്ചയുള്ളെങ്കിൽ അത് അവിടെ മാത്രം മരവിപ്പിച്ച് സർജറി ചെയ്യുകയും, എന്നാൽ ഇച്ചിരി വലുതാണെങ്കിൽ ലൈപ്പോസെക്ഷൻ കൂടെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമ്മൾ ഫുൾ അനസ്തേഷ്യ കൊടുത്താണ് ഇത് ചെയ്യുക. ഈ സർജറിക്കും സാധാരണ മറ്റ് മേജർ ഓപ്പറേഷൻസ് പോലെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. 2 ദിവസം അഡ്മിഷൻ കാണും. അതിനുശേഷം 1 മാസത്തേക്ക് നമ്മൾ കൈ ഉപയോഗിച്ചുള്ള എക്സസൈസ് ഒന്നും കഴിവതും ചെയ്യാതിരിക്കുക. ബാക്കി നമ്മുടെ നോർമൽ ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായി താഴെ തന്നിരിക്കുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക.